114 റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് വാങ്ങിക്കുന്നു. സാധാരണഗതിയിൽ ഇടനിലക്കാരൊക്കെ ഉണ്ടാകും. അതൊന്നുമില്ല. ഇന്ത്യ സർക്കാരും ഫ്രാൻസിൻ്റെ സർക്കാരും തമ്മിൽ നേരിട്ടാണ് കരാറിൽ ഒപ്പുവെക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടി ഈ കരാറിനുണ്ട് എന്നുള്ളതാണ്. 114 യുദ്ധവിമാനങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ കയ്യിൽ നിലവിൽ 36 റഫാൽ യുദ്ധവിമാനങ്ങളാണുള്ളത്. ആ റഫാൽ യുദ്ധവിമാനങ്ങൾ 36 ഉള്ള ഇന്ത്യയുടെ കയ്യിലേക്ക് 114 കൂടി വരുമ്പോൾ 150 യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് സ്വന്തമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ വലിയ ഒരു വ്യോമ ശക്തിയായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇമ്മാനുവൽ മക്രോൺ, അതായത് ഫ്രാൻസിൻ്റെ പ്രസിഡന്റ്, അടുത്ത മാസം ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശനം നടത്തുന്നുണ്ട്. ആ സന്ദർശനത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ ഒപ്പുവയ്ക്കുക. രാജ്യങ്ങൾ തമ്മിലാണ് കരാർ. ഈ കരാറിൽ കൃത്യമായിട്ടുള്ള വിലയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിക്കും. അതിൻ്റെ സോയ്സ്കി അടക്കം നിർമ്മാണത്തിൻ്റെ 80% ഇന്ത്യയിലാണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ടെക്നോളജിയുടെ ട്രാൻസ്ഫർ കൂടി ഇതിനൊപ്പം നടക്കുന്നു എന്നുള്ളതാണ്. അധികം വൈകാതെ തന്നെ ഇന്ത്യക്ക് തദ്ദേശീയമായിട്ട് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി പൂർണ്ണമായിട്ടും കൈവരും എന്നുള്ളതും ഇതിൽ ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത്. അപ്പോൾ 80% ഉൽപ്പാദനം ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ അത്രയേറെ സജ്ജീകരണങ്ങൾ ഉണ്ടാവും, അതിൻ്റെ ഫാക്ടറികൾ ഉണ്ടാവും, അതിൻ്റെ നിർമ്മാണ പ്രക്രിയ ആരംഭിക്കും. അപ്പോൾ വലിയ നേട്ടമാണ് ഇന്ത്യക്ക് ഇതിലൂടെ ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിനുള്ള ശുപാർശ കഴിഞ്ഞ വർഷം തന്നെ സൈന്യം നൽകിയിരുന്നു. സേനയുടെ ഭാഗത്തു നിന്ന്, എയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നിലപാട്, ഇത് വാങ്ങേണ്ടത് അത്യാവശ്യമാണ്, ഇതിൻ്റെ പ്രൊക്യൂർമെൻ്റ് ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയും അതിൻ്റെ പേപ്പർ വർക്കെല്ലാം കംപ്ലീറ്റ് ആവുകയും ചെയ്തിരുന്നു എന്നുള്ളത്. 3.25 ലക്ഷം കോടിയുടേതാണ് കരാർ എന്നുള്ളതാണ്. 18 യുദ്ധവിമാനങ്ങൾ 2030 ഇന്ത്യയുടെ ഭാഗമാകും എന്നുള്ളതാണ്. നിർമ്മാണത്തിൻ്റെ 60% സാമഗ്രികളും ഇന്ത്യയിൽ തന്നെ, അതിൻ്റെ അവിഭാജ്യമായ ഘടകങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. നമുക്കറിയാം, റഫേൽ യുദ്ധവിമാനത്തിന് വലിയ പ്രത്യേകതയുണ്ട്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഗോൾഡൻ ആരോ എന്ന് പറയുന്ന വിങ്ങിലേക്കാണ് ആദ്യ ബാച്ചിലെത്തിയ റഫേൽ യുദ്ധവിമാനങ്ങൾ ചേർക്കപ്പെട്ടത്. പിന്നീട് തുടർന്നും മറ്റ് യുദ്ധവിമാനങ്ങളും റഫാലിൻ്റെ മറ്റു യുദ്ധവിമാനങ്ങളും ഇന്ത്യയിലേക്ക് എത്തുകയുണ്ടായി. അങ്ങനെ ഇന്ത്യൻ സൈന്യം ഈ പറയുന്ന വ്യോമ കരുത്തിൽ വൻ മുന്നേറ്റം നടത്തി. അപ്പോൾ നമ്മളുടെ ചില ഫ്ലീറ്റുകൾ, അതായത് മിഗ് പോലുള്ള യുദ്ധവിമാനങ്ങൾ കാലപ്പഴക്കം കൊണ്ട് നമ്മൾ മാറ്റുമ്പോൾ, അതിനെ ഡീകമ്മീഷൻ ചെയ്യുമ്പോൾ ആ സ്ഥാനത്തേക്ക് കടന്നു വരികയാണ് പ്രധാനപ്പെട്ട റഫേൽ എന്ന് പറയുന്ന ഈ യുദ്ധവിമാനം വാങ്ങുന്നതിന് മറ്റൊരുപാട് കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിൽ വലിയ മുന്നേറ്റം നടത്തിയ യുദ്ധവിമാനമാണ് റഫേൽ എന്നുള്ളത്. അന്ന് ഈ യുദ്ധവിമാനങ്ങൾ പറന്നു പൊങ്ങി ആക്രമണം നടത്തി. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അന്ന് ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. അതായത് 3 റഫാൽ യുദ്ധവിമാനങ്ങൾ വീണു എന്നുള്ള രീതിയിൽ ആക്രമിച്ചിട്ടു, അതായത് പാകിസ്ഥാൻ തകർത്തു എന്നൊക്കെ പറയാനൊക്കെ ശ്രമിച്ചുവെങ്കിലും അതൊന്നും തന്നെ വില പോയില്ല. കാരണം ഇന്ത്യ പറഞ്ഞു അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ നിർമ്മാണ കമ്പനികളടക്കം പറയുകയുണ്ടായി, അങ്ങനെ ദസോൾട്ട് ഏവിയേഷൻ അടക്കമുള്ളവർ പറയുകയുണ്ടായി, അങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല, ഒരു റഫാൽ യുദ്ധവിമാനവും തകർന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ 3 റഫാൽ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ള ചൈനയുടെ നുണപ്രചാരണം പോലും വിലപ്പോയില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അന്ന് ഏറ്റവും നല്ല രീതിയിൽ ആക്രമണം നടത്തിയ യുദ്ധവിമാനങ്ങളിലൊന്നായിരുന്നു റഫാൽ യുദ്ധവിമാനം എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 18 യുദ്ധവിമാനങ്ങളാണ് ഫ്രാൻസിൽ നിന്നും ഇന്ത്യയിലേക്ക് നേരിട്ടെത്തുന്നത്. അത് മാത്രവുമല്ല, ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ പലതും ഇന്ത്യയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ മിസൈലുകൾ ഇതിൽ ഘടിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് തദ്ദേശീയമായിട്ടുള്ള മിസൈലുകൾ റഫാൽ യുദ്ധവിമാനത്തിൽ ഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു കോട്ടമായിട്ട്, ഇല്ലെങ്കിൽ ഒരു കുറവായിട്ടൊക്കെ വിമർശകർ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ആ പ്രശ്നമൊക്കെ തന്നെ പരിഹരിക്കാൻ, കാരണം സോയ്സ്കി ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഘടിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് അതും കഴിയുന്നു എന്നുള്ളതുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യം കൂടി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ എഞ്ചിൻ തദ്ദേശീയമായിട്ട് നിർമ്മിക്കാൻ, അതായത് ഇന്ത്യയിൽ നിർമ്മിക്കാൻ കൂടി ഫ്രാൻസ് ആലോചിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് വിമാന എഞ്ചിൻ്റെ ടെക്നോളജി, യുദ്ധവിമാനത്തിൻ്റെ എഞ്ചിൻ്റെ ടെക്നോളജി കൂടി കിട്ടുകയാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് തദ്ദേശീയമായിട്ടുള്ള യുദ്ധവിമാനത്തിൻ്റെ എഞ്ചിനുകൾ നിർമ്മിക്കാൻ നമുക്ക് കഴിയും. പഴയ നമ്മുടെ കാവേരി എഞ്ചിനുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ പുതിയ എഞ്ചിനുകൾ നിർമ്മിക്കാനും അത് നമ്മളുടെ യുദ്ധവിമാനങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നതിൻ്റെ ഗവേഷണങ്ങളെയൊക്കെ കൂടുതൽ കരുത്തുറ്റതാക്കുമെന്നുള്ളതാണ്. എന്തായാലും 114 യുദ്ധവിമാനങ്ങൾ കൂടി ഇന്ത്യയിലേക്ക് വരികയാണ് എന്നുള്ളതാണ് പറയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ആകെ യുദ്ധവിമാനങ്ങൾ അത്തരത്തിൽ വന്നു കഴിയുമ്പോൾ വലിയൊരു മുന്നേറ്റം ഇന്ത്യൻ സേനയ്ക്ക് നടത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. റഫാൽ എന്ന് പറയുന്നത് മികച്ച യുദ്ധവിമാനങ്ങളിലൊന്നാണ്. അതായത് പറന്നുയർന്നാൽ തന്നെ വ്യോമ മേധാവിത്വം നേടാൻ കഴിയുന്ന ഒരു യുദ്ധവിമാനമാണ്
റഫാൽ എന്നുള്ളത്. അതുപോലെ തന്നെ കരയാക്രമണം നടത്താൻ, അതുപോലെ വ്യോമ നിരീക്ഷണം, ആണവ നിരായുധീകരണം, അതായത് ആണവ ആക്രമണത്തെയൊക്കെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള കാര്യം, അതുപോലെ ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ കഴിയുന്ന യുദ്ധവിമാനം, അങ്ങനെ വലിയ രീതിയിൽ ഒരുപാട് കരുത്ത് റഫാലിനുണ്ട്. അതുപോലെ തന്നെ റഫാലിന്റെ നൂതന സെൻസറുകൾ കൂടി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മെറ്റിയോർ, സ്കാൽപ്പ്, ഹാമർ തുടങ്ങിയ കരുത്തുറ്റ മിസൈലുകളെ വഹിക്കാനുള്ള ശേഷിയുണ്ട്. മികച്ച ഇലക്ട്രോണിക് യുദ്ധശേഷികൾ, ഇതൊക്കെ റഫാലിന്റെ പ്രത്യേകതകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിരാളികൾക്ക് റഫാലിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉപഗ്രഹ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ജാം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതും അതിനെ വെട്ടിച്ച് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന വിവിധ ഫ്രീക്വൻസികളിൽ പതിയിരുന്നു കൊണ്ട് ആക്രമണം നടത്താനും അവിടെ നിന്ന് പുറത്തേക്ക് വന്ന് ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ അവരുടെ സംവിധാനങ്ങളെ തകർക്കാനും കഴിയുക എന്നുള്ളത് റഫാലിന്റെ ഒരു മികച്ച ആക്രമണ രീതിയാണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് ചെയ്ത കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആകാശത്ത് നിന്ന് ആകാശത്തേക്ക് തൊടുക്കുന്ന മിസൈലുകൾ, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തൊടുക്കുന്ന മിസൈലുകൾ, ഈ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ആദ്യം തകർത്തത്. അതിനുശേഷമാണ് പ്രധാനപ്പെട്ട അവരുടെ വ്യോമ കേന്ദ്രങ്ങൾ, എയർപോർട്ടുകൾ തുടങ്ങിയവയെല്ലാം തകർക്കുകയും റഡാർ സംവിധാനത്തെ നാമാവശേഷമാക്കുകയും ചെയ്ത് ഇത്തരത്തിലുള്ള ആക്രമണം നടത്താനും സമുദ്രമേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാനും റഫാലിന് കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ്. അപ്പോൾ പ്രതിരോധം, സമുദ്ര സുരക്ഷ എന്നിവ ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയും. ഇതിൽ ഇന്ത്യക്ക് ഒരു അപ്രമാദിത്വം കൊണ്ടുവരാനായിട്ട് ചൈനയും പാകിസ്ഥാനും അടക്കമുള്ള രാജ്യങ്ങളെ നേരിടാനും ഇന്ത്യക്ക് റഫാൽ കൊണ്ട് കഴിയുമെന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് റഫാൽ എന്ന് പറയുന്നത് അങ്ങനെ ഉയർന്നു വരുമ്പോൾ ഈ മേഖലയിൽ, അതായത് സൗത്ത് ഏഷ്യൻ മേഖലയിൽ തന്നെ ഒരു നിർണായക ശക്തി, വ്യോമശക്തിയായിട്ട് ഇന്ത്യയെ മാറ്റുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കരുത്ത് റഫാലായിരിക്കും നിർവഹിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ കൂടാതെ തന്നെ റഫാലിനുള്ള നിരവധി ഫീച്ചറുകൾ അത് റഫാലിനെ ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനമായിട്ട് മാറ്റുന്നുണ്ട്. നമ്മളൊരു റഷ്യ എന്താ പറഞ്ഞത്, Su-57AB എന്ന് പറയുന്ന യുദ്ധവിമാനം നമുക്ക് കൈമാറാമെന്ന് പറഞ്ഞു. അത് നമ്മൾ ഏതാണ്ട് അതിൻ്റെ ഓഫറുകളെ പറ്റി ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ F-22 റാപ്റ്റർ എന്ന് പറയുന്ന അമേരിക്കൻ യുദ്ധവിമാനം അത് ഇന്ത്യക്ക് നൽകാമെന്ന് പറഞ്ഞു. F-35 കാര്യം വരെ അമേരിക്ക നമ്മളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ അതിനൊന്നും കൈകൊടുത്തില്ല. പകരം റഫേലിന് ഈ പറയുന്ന യുദ്ധവിമാനം വാങ്ങാനായിട്ടുള്ള കരാറിലേക്ക് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വിമാനത്തിന് ലോകത്തെ മറ്റു വിമാനങ്ങളെക്കാൾ വലിയൊരു കരുത്തുണ്ട് എന്നുള്ളതാണ്. ആ കരുത്ത് ഇന്ത്യ സ്വന്തമാക്കുന്നതോടുകൂടി തന്നെ വൻ സായുധ ശേഷിയിലേക്ക് വ്യോമ മേഖലയിൽ മാറുമെന്നുള്ളതാണ്. അതുപോലെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇടനിലക്കാരില്ല എന്നുള്ളതാണ്. ബൊഫോഴ്സ് തോക്കിന്റെ അഴിമതി കാലം നമുക്കറിയാം. കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ബൊഫോഴ്സ് എന്ന് പറയുന്ന പൊട്ടാത്ത തോക്കുകൾ വാങ്ങിച്ചു വെച്ച് ഇന്ത്യയിൽ ലഭ്യരായ കാലമുണ്ടായിരുന്നു. അത്തരത്തിലാണ് ഇന്ത്യ ഓരോ കാര്യങ്ങളും നടപടിയെടുത്തതെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഭരണത്തലവന്മാർ തമ്മിലുള്ള ബന്ധമാണ്. അവിടെ കൃത്യമായ കാര്യങ്ങൾ നടത്തുന്നത് ഭരണത്തലവന്മാർ തമ്മിൽ സംസാരിച്ചിട്ടാണ്. ഇടനിലക്കാരില്ല, ഈ പറയുന്ന ആയുധ മാഫിയയില്ല. ഇന്ത്യയുടെ പ്രതിരോധ കാര്യങ്ങൾ സ്വയം തീരുമാനിക്കുന്നു, സ്വയം നിർമ്മിക്കുന്നു. അതിലെ ഇന്ത്യയുടെ നേട്ടത്തെ, ഇന്ത്യയുടെ വളർച്ചയെ മാത്രമാണ്, ഇന്ത്യയുടെ വിജയത്തെ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. ഇവിടെ ഒരു വ്യാപാര കമ്മീഷന്റെ ഒരു തലവും നിലനിൽക്കില്ല എന്നുള്ളത് മോദി സർക്കാർ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റഫാൽ എന്ന് പറയുന്ന യുദ്ധവിമാനത്തിന് ഇന്ത്യക്ക് കൂടുതൽ പ്രിയമായി മാറിയിരിക്കുന്നതും ഇന്ത്യ തങ്ങളുടെ വ്യോമ പ്രതിരോധ കരുത്ത് വർദ്ധിപ്പിക്കുന്നത് റഫാലിൽ കൂടി ആകുന്നു എന്നുള്ളത് ഫ്രാൻസിനും സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഫ്രാൻസ് എന്ത് പറയുന്നു, ഇന്ത്യയുമായിട്ട് ഏതു വിധത്തിലുള്ള കരാറിനും തയ്യാറാണെന്ന്. നേരത്തെ കോൺഗ്രസ് ഭരണകാലത്ത് റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ടെക്നോളജി കൂടി ഇന്ത്യക്ക് സ്വന്തമായിരുന്നില്ല. ഇന്ന് ടെക്നോളജി സ്വന്തമാകുന്നു, അതിൻ്റെ സോഴ്സ് സ്കീൽ ലഭ്യമാകുന്നു. അതും പോരാഞ്ഞിട്ട് ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് റഫാൽ വികസിപ്പിക്കാനുള്ള സാധ്യതകൾ ഒരുങ്ങുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നു. അതിൻ്റെ എൻജിൻ ടെക്നോളജി ഇന്ത്യക്ക് കൈമാറാനായിട്ട് ഫ്രാൻസ് തയ്യാറാകുന്നു. അത് ഇവിടെ എൻജിൻ നിർമ്മിക്കുമ്പോൾ നമ്മളുടെ തേജസ് അടക്കമുള്ള യുദ്ധവിമാനങ്ങളുടെ എൻജിൻ നവീകരണത്തിന് അത് വലിയ ഒരു ശക്തിയായിട്ട് മാറും. ഇന്ത്യയുടെ വിമാന നിർമ്മാണ ഘട്ടത്തിലേക്ക് ഒരു പുതിയ നാഴികക്കല്ലാവും റഫാൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ഭാഗം മാത്രമല്ല, ഇന്ത്യയുടെ ഉൽപ്പാദന നിർമ്മാണ രംഗത്ത്, ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയിൽ, ഇന്ത്യയുടെ സത്യസന്ധവും സുരക്ഷിതവുമായിട്ടുള്ള വ്യാപാര നേതൃത്വത്തിന് ഇങ്ങനെ അപ്പോൾ ഇന്ത്യയുടെ ശൈലി മാറുകയാണ്. ബൊഫോഴ്സ് വാങ്ങിയതുപോലെ ഈ പറയുന്ന ഇടനിലക്കാരെ വെച്ചിട്ടുള്ള ബ്രോക്കറിംഗ് പരിപാടികളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഉള്ളത് ഇന്ത്യയുടെ ആവശ്യം ഇതാണ്, ഇന്ത്യയുടെ നയം ഇതാണ്. ആ നയത്തിലേക്ക് മാത്രമാണ് അവർ നീങ്ങുന്നത് എന്നുള്ളതാണ്.
അത് കൃത്യമായ ഒരു സന്ദേശം കൂടി ലോകത്തിന് മുന്നിൽ കൊടുക്കുന്നുണ്ട്. ഇന്ത്യക്ക് വലുത് രാജ്യ താല്പര്യമാണെന്ന്. അപ്പോൾ ഇവിടേക്ക് റഫാൽ എത്തുന്നു. റഫാലിൻ്റെ കരുത്തിൽ ഇന്ത്യൻ വ്യോമസേന കൂടുതൽ പ്രഹരശേഷിയുള്ളതായി മാറുന്നു. ഇന്ത്യയുടെ നിലപാടുകൾ ലോകത്തിന് മുന്നിൽ വ്യക്തമാവുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് ഏറെ നന്ദി. നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണയാണ് ഞങ്ങൾക്ക് കരുത്തേകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക, ചാനലിനുള്ളിലേക്ക് പ്രവേശിക്കുക, സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അതുപോലെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇന്ത്യ ലൈവിൻ്റെ പുണ്യം എന്ന ആധ്യാത്മിക ചാനലുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ആധ്യാത്മിക സംശയങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ജ്യോതിഷം, വിശ്വാസം അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും അതിനകത്ത് ലഭ്യമാകുന്നുണ്ട്. പുണ്യം എന്ന ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.